പോലീസെങ്കേ കാക്കിക്കുള്ളിൽ പോലീസെങ്കേ നിയമം ഞങ്ങൾ പാലിക്കൂ കാക്കിക്കുള്ളിൽ സഖാക്കളെങ്കേ നിയമം ഞങ്ങൾ ലംഘിക്കൂ. നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹന സമരങ്ങളെ ക്ഷമയെ ബലഹീനതയായി ആരും കാണരുത്. ഇത് എന്റെ വാക്കുകളല്ല, KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബിന്റെ വാക്കുകളാണ്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നവകേരള സദസ്സിന്റെ പ്രതിഷേധവുമായി കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന്റെ ഒത്താശയോടുകൂടി CPM ഗുണ്ടകളും DYFIക്കാരും ചേർന്ന് മർദ്ദിച്ച് അവശരാക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു KPCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മുത്തലീബ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത്തായ പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവർക്ക് ജാതി മത ഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് അന്ന് ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ ഹിന്ദുവിനും പാഴ്സിക്കും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവർക്കും ഒരേപോലെ ജീവിക്കുവാൻ വേണ്ടി, സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി, സ്വാതന്ത്ര്യം എന്ന വായു ശ്വസിക്കുവാൻ വേണ്ടി, സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധജലം കുടിക്കുവാൻ വേണ്ടി, സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷത്തിൽ കയ്യും കാലി വീശി നടക്കുവാൻ വേണ്ടി, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ബ്രിട്ടീഷുകാരന്റെ അടിമച്ചങ്ങലയിൽ അമർന്നു കിടന്ന ഇന്ത്യ മഹാരാജ്യത്തെ സ്വതന്ത്രയാക്കുവാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവലംബിച്ച മാർഗവും സഹന സമരം തന്നെയാണ്. ഗാന്ധിജി കാണിച്ചു തന്നതും അത് തന്നെയാണ്, സഹന സമരം. ഈ സഹന സമരത്തിന്റെ മാർഗത്തിലൂടെയാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ചത്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ഇതിന് സ്വാതന്ത്ര്യ സമരഭടന്മാരായി ഇറങ്ങി തിരിച്ച കാവലാളുകൾ എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖന്മാർ തന്നെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹനീയ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട്, സഹന സമരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്കെതിരെ ഇതുപോലെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് തല്ലിച്ചതയ്ക്കാമെന്ന പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ധാർഷ്ട്യത്തിനെതിരെ, അക്രമ മനോഭാവത്തിനെതിരെ ശക്തിയുക്തം സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേരളത്തിൽ വ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അതാത് ജില്ലാ ആസ്ഥാനത്തേക്ക്, പോലീസ് കൺട്രോൾ ഓഫീസിലേക്കുമെല്ലാം മാർച്ച് നടത്തുകയുണ്ടായി. എറണാകുളത്ത് കൊച്ചിൻ കമ്മീഷണറുടെ ഓഫീസിലേക്കായിരുന്നു കോൺഗ്രസ്കാരുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസ് കൃത്യമായി തന്നെ സ്ഥിരം പരിപാടികളായ ബാരിക്കേഡുകൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. ബാരിക്കേഡിന് മുമ്പിൽ കമ്പിയുടെ മുൾവേലികൾ കൊണ്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തിന്റെ അതിർത്തിയിൽ പട്ടാളക്കാർ അതിർത്തി വേലികൾ നാട്ടുന്നത് പോലെ, കമ്പി വേലികൾ നാട്ടുന്നത് പോലെ തന്നെ ബാരിക്കേഡിന്റെ മുമ്പിൽ പോലീസുകാർ കമ്പിയുടെ മുൾവേലികൾ നാട്ടിയിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡുകൾ ഭേദിച്ചുകൊണ്ട് സമരക്കാർ മുന്നോട്ട് പോകാതിരിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു മുൾവേലികൾ, കമ്പിയുടെ മുൾവേലികൾ ബാരിക്കേഡിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഗവർണർക്കെതിരെ SFI നയിച്ച പ്രതിഷേധ സമരങ്ങൾ തടയുന്നതിന് വേണ്ടി ഉയർത്തിയിരുന്ന ബാരിക്കേഡുകളിൽ ഒന്നും തന്നെ കമ്പിയുടെ മുൾവേലികൾ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. ഈ ബാരിക്കേഡിന് മുകളിലേക്കാണ്, അതായത് ഗവർണർക്കെതിരെ SFIക്കാർ പ്രതിഷേധ സമരവുമായി എത്തിയപ്പോൾ അവരെ പ്രതിരോധിക്കുവാൻ വേണ്ടി പോലീസ് വച്ചിരുന്ന ബാരിക്കേഡുകളിൽ ചവിട്ടിക്കേറി നിന്നുകൊണ്ട് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ ബാനറുകൾ കെട്ടാൻ വേണ്ടി മുതിർന്നത്. അവിടെ പോലീസ് മുൾവേലികൾ ഉള്ള ബാരിക്കേഡുകളൊന്നും സ്ഥാപിച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFI സമരം നടത്തുമ്പോൾ അവർക്ക് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പോലീസുകാർ ഉയർത്തുന്ന ബാരിക്കേഡുകളിൽ മുള്ളുവേലികൾ ഉണ്ടാകാറില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. പോലീസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധ സമരങ്ങളിലും കോൺഗ്രസ്കാർ മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങൾ. ഇവിടെ പിണറായി വിജയന്റെ പോലീസുകാരും പിണറായി വിജയനും ജനങ്ങളോട് ഇരട്ടത്താപ്പ് നയങ്ങൾ സ്വീകരിക്കുന്നു. CPMക്കാർ അല്ലാത്തവരെ മുഴുവൻ പോലീസിന്റെയും CPM ഗുണ്ടകളുടെയും DYFIക്കാരുടെയും ഒത്താശയോടുകൂടി അടിച്ചമർത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധ സമരം നടത്തുന്ന, ജനാധിപത്യപരമായി കരിങ്കൊടി സമരം നടത്തുവാൻ എല്ലാ സംഘടനകൾക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് അനുശാസിക്കുന്നുമുണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ, സമാധാനപരമായ രീതിയിൽ ഏതെങ്കിലും സംഘടനകൾ പിണറായി വിജയനെതിരെയോ പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെയോ സമരം നയിക്കുമ്പോൾ, കരിങ്കൊടി പ്രതിഷേധം നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത്? പെരുവഴിയിലിട്ട് ഇനിയും യൂത്ത് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാമെന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് ഞങ്ങൾ അതേ നാണയത്തിൽ മറുപടി തരും എന്നാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിന്റെ തുടർച്ചയെന്നോണം
കൊല്ലത്ത് നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കൊടി കാണിച്ചപ്പോൾ ഡിവൈഎഫ്ഐക്കാർ അവരെ അടിക്കുവാൻ വേണ്ടി പതിവ് രീതിയിൽ ഓടിയെത്തുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ്കാർ നിർദ്ദയം മർദ്ദിച്ചോടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അടി കൊള്ളാൻ മാത്രമുള്ളതല്ല, അത് കൊടുക്കാനും കൂടിയുള്ളതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാർ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐക്കാരെ കൊല്ലത്ത് തല്ലി ഓടിക്കുന്നത് നമ്മൾ കണ്ടത്. എന്തായാലും പോലീസിനെയും CPM ഗുണ്ടകളെയും ഡിവൈഎഫ്ഐക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്കാരെ അടിച്ചമർത്താമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെ ഞങ്ങൾ ഒരു കാരണവശാലും വകവെച്ച് തരില്ല. പോലീസിന്റെ ഈ ധാർഷ്ട്യം ഞങ്ങൾ അവസാനിപ്പിക്കും. നിയമപരമായി ആണെങ്കിൽ അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്കാർ പ്രതിഷേധ സമരം കേരളത്തിലാകമാനം സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിന് നേരെ നയിച്ച പ്രകടന പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്കാർ ചെന്ന് കഴിഞ്ഞപ്പോൾ, കോൺഗ്രസ് പ്രവർത്തകർ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് പഴയ പരിപാടികൾ ഇപ്പോഴും കൃത്യമായി തന്നെ പരീക്ഷിച്ചു. ജലപീരങ്കി ഉപയോഗിക്കുകയുണ്ടായി. നിരവധി കോൺഗ്രസ്കാർക്ക് പരിക്കേറ്റു. എന്നാൽ പോലീസിന്റെയോ പിണറായി വിജയന്റെയോ ധാർഷ്ട്യത്തിന് മുന്നിൽ, അതായത് ഭരണപക്ഷത്തിന്റെ ഒത്താശയോടുകൂടി യൂത്ത് കോൺഗ്രസ്കാരെയും തല്ലിച്ചതയ്ക്കാമെന്ന പോലീസിന്റെ ധാർഷ്ട്യം ഞങ്ങൾ വകവരിച്ചു തരില്ല. ഒരു കാരണവശാലും പോലീസ് പിണറായി വിജയന്റെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണെങ്കിൽ വിവരമറിയും. അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടികളുമായി കോൺഗ്രസ്കാർ മുന്നോട്ട് പോകും. എക്കാലവും പിണറായി വിജയൻ ഭരിക്കും എന്ന് പോലീസുകാർ സ്വപ്നം കാണണ്ട. നാളെ ഭരണം മാറി വരും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് കൃത്യമായ ഭാഷയിൽ കണക്ക് തീർത്തുകൊണ്ട് മറുപടി കിട്ടും, അല്ലെങ്കിൽ കാലം മറുപടി പറയിപ്പിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ്കാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത്രയും. KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി തടയുകയുണ്ടായി, ജലപീരങ്കി ഉപയോഗിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ കടലുകളിലും അടങ്ങുന്ന വെള്ളം എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ പീരങ്കിയായി ഉപയോഗിച്ച് ഞങ്ങൾക്ക് നേർക്ക് പ്രയോഗിച്ചാലും ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ്കാരോ ഇത്തരം പ്രതിഷേധ സമരങ്ങളിൽ നിന്ന് മാറില്ല. നിങ്ങളുടെ ജലപീരങ്കികൾക്ക് മുന്നിൽ വാടി വീഴുന്ന പഴുത്ത ഇലകളല്ല യൂത്ത് കോൺഗ്രസ്കാർ, അല്ലെങ്കിൽ വാടിയ ചേമ്പിൻ തണ്ടല്ല യൂത്ത് കോൺഗ്രസ്കാർ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോലീസിന്റെ ജലപീരങ്കിക്ക് മുന്നിൽ പതറാത്ത ആത്മധൈര്യത്തോടു കൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാർ നിലകൊണ്ടത്. എന്തായാലും പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. സമാധാനപരമായി എന്നാൽ പ്രതിഷേധാത്മകമായി, പ്രതിഷേധ സൂചകമായി നടത്തിയ ഈ സമരം വൻ വിജയമാക്കാൻ വേണ്ടി സഹകരിച്ച ഓരോ പ്രവർത്തകനോടും KPCC ജനറൽ സെക്രട്ടറി തന്റെ നന്ദി അറിയിക്കുകയുണ്ടായി. ഓരോ പ്രവർത്തകനും തന്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. പ്രതിഷേധ സമരത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുത്തലിബ് തന്റെ നന്ദിയും അഭിനന്ദനങ്ങളും ആശംസകളും പ്രവർത്തകരെ അറിയിച്ചത്. നമ്മൾ ഇന്ന് നമ്മുടെ സഹപ്രവർത്തകന്മാർ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ചുണക്കുട്ടന്മാരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഈ മാമാങ്കത്തിനെതിരെ ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുമെന്ന് പറഞ്ഞ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചത് 2 ദിവസം കഴിഞ്ഞപ്പോൾ
മുഖ്യമന്ത്രിയുടെ സ്വഭാവം മാറി. പഴയങ്ങാടിയിൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ രാജ്യം മുഴുവനും, രാജ്യസ്നേഹികളായ മുഴുവൻ ആളുകളും പ്രതികരിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ രഥവുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങളെ ചവിട്ടി മെതിച്ചു കൊണ്ടുപോയ രഥം അദ്ദേഹം അന്ന് പഴയങ്ങാടിയിൽ കണ്ണൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന DYFIയുടെ നേതാക്കന്മാർക്ക് പൂർണ്ണമായ സഹകരണം, പൂർണ്ണമായും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് ജാഥ തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചതാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ കേരളം മുഴുവനും ഇന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നപ്പോഴും ഇന്ന് എല്ലാ ജാഥ കടന്നുപോയ സ്ഥലങ്ങളിലും പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചൊതുക്കിയത്. ഒരു കാര്യം പറയുന്നു, ഇതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടും ഞങ്ങളുടെ നേതാക്കന്മാർ സംയമനം പാലിച്ചത് ഒരാളും തെറ്റിദ്ധരിക്കേണ്ട. ആ സംയമനം അതൊരു ബലഹീനതയായി കേരളത്തിലെ പോലീസ് ഒരു കാരണവശാലും അത് അർത്ഥവത്താക്കേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും സമരവുമായി മുന്നോട്ട് പോകും. എറണാകുളം ജില്ലയിലെ 5 നിയോജക മണ്ഡലത്തിലെ സഹപ്രവർത്തകന്മാർ നടത്തിയത്, എറണാകുളം ജില്ലയിലെ ഒരുപാട് ചെറുപ്പക്കാരെ, ഒരുപാട് KSU പ്രവർത്തകരെ മൃഗീയമായി മർദ്ദിച്ചു. അവരെല്ലാവരും ആശുപത്രിയിലാണ്. സാധാരണ പോലീസിന്റെ മർദ്ദനം വരുമ്പോൾ, സാധാരണ ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുമ്പോൾ അതുപോലെയുള്ള മർദ്ദനമല്ല. ഗുണ്ടകൾ, മുഖ്യമന്ത്രിയുടെ അകമ്പടിയുള്ള പോലീസുകാരൻ, തോക്കുമായി മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകേണ്ട പോലീസുകാരൻ, പോലീസ് മാനുവലിൽ പോലും പറയാത്ത തരത്തിൽ വലിയ നീളമുള്ള ഇരുമ്പ് ദണ്ടുമായി പാവപ്പെട്ട പ്രവർത്തകരെ തല്ലിച്ചതച്ചത്, അത് വിടാൻ അത് തിരിച്ചടിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നോട്ട് പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലയിലെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നടത്തിയ ഈ ധർമ്മസമരം, നമ്മുടെ പ്രവർത്തകർക്കേറ്റ ആ മൃഗീയമായ മർദ്ദനത്തിന് നമ്മളിതാ പോലീസിനോട് ചോദ്യം ചോദിക്കുന്നു. പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുന്നില്ല. കാരണം മാനനില തെറ്റി, സമനില തെറ്റി, ഒരു മുഖ്യമന്ത്രി എന്ന് പറയാൻ പോലും നാണിക്കുന്ന തരത്തിൽ കേരള ജനതയെ അതേപോലെ നാണിപ്പിച്ച മുഖ്യമന്ത്രിയോടല്ല പറയുന്നത്, പോലീസിനോട് പറയുന്നു. ഇനിയും മുന്നോട്ട് പോകും. ഈ മുന്നോട്ടുള്ള പ്രയാണത്തെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തെല്ലാം കാണിച്ചിട്ടും പ്രകോപനപരമായിട്ടും ഞങ്ങളിതാ സമാധാനത്തോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഉയർന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോകുന്നു. നമുക്കെല്ലാവർക്കും സമാധാനപരമായി DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ നമുക്ക് ജാഥയായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.